വിശുദ്ധ വിവാഹ കൂദാശ ആരംഭിക്കുകയാണ്. ദേവാലയത്തിനകത്ത് നിൽക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്ക് ഓർമ്മിപ്പിക്കട്ടെ, ഇട്ടിരിക്കുന്ന കസേരകളുടെ എണ്ണം അനുസരിച്ച് ആദ്യം മോതിരമാളിന്റെ ശുശ്രൂഷി, പിന്നീട് കിരീടമാളിന്റെ ശുശ്രൂഷി. ശ്രേഷ്ഠമായ ഒരു കൂദാശയിലാണ് നാം സംബന്ധിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ നാം എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ഈ മക്കളുടെ കുടുംബജീവിതം അനുഗ്രഹമുള്ളതായി തീരുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് നാം എല്ലാവരെയും ഇവിടെ ക്ഷണിച്ച് വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആദ്യ അവസാനം പ്രാർത്ഥനാപൂർവ്വം നിൽക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സൗഹൃദങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും മത്സരന്മാരണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ ദൈവമേ നിന്റെ കൃപയിൽ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിന് പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. ചെയ്തു.
അപ്പോൾ അധികമക്കാരെ വഴിവെടുക്കുകയും ഭാവികൾ നിങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്റെ രക്ഷകനുമായ ദൈവമേ, രക്തത്തിലെ രക്ഷകനേ, എന്റെ നാമത്തെ സ്തുതിക്കും. കർത്താവേ, വചനങ്ങളെ തുറക്കണമേ, എന്റെ മാനസികൾ പാടും. ദൈവത്തിന് വലിയ താഴ്മയാത്മാവാകുന്നു. ദൈവം നിറങ്ങിയറിയാൻ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടാനുസരിച്ച് ചെയ്യണമേ, ദോഷങ്ങളിൽ പണിയണമേ. അപ്പോൾ ദൈവങ്ങളുടെ പാപങ്ങളെ രക്ഷപ്പെടും. അപ്പോൾ ദൈവത്തിലേക്കാൾ ഉയരക്കരയും. ദൈവമേ, സ്വർഗ്ഗത്തിലാകുന്നു പാട്ടുമോ. പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തിമാനത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്ടകാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമത്യവരുണ്ടാവുകയും ചെയ്യണമേ. ഹോശോ വദ്കുല സുബാല അൽമീ. Thank you.
അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും കടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ മുദ്രിക തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയരക്തത്താൽ അവളെ വെളിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വാദിച്ചുകയും ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹവരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും ശ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോതിരം വാഴ്വിന്റെ ഈ സമയത്തും സകല വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതി ബഹുമാനവും ആരാധനയും അവിടത്തേക്ക് യോഗ്യമാകുന്നു. സ്വതായ മനുഷ്യരുടെ സർവജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അതീതരായിരിക്കുന്നവരും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹമുള്ളവരുമായുമേ നീ അനശ്വരമായ വെളിപ്പുള്ള മൂർവനും അനാദ്യതമായ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തന്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ അതിന്റെ വിശ്വാസതയെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുവാൻ നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വാഹനചയം നടത്തി. അതിനെ നിനക്ക് മധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരവാന്റെ ശരീരങ്ങൾ അതിന് മോതിരമായിട്ട് വഴിപോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് അതിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മകയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ ശ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകി. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് അതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധതയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണനും നിറമുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും ഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ മണമറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇവരെന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗീയ മണമറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുവൻപാക് സന്നിഹിതരായി ഇരിക്കുന്ന ജനക്കൂട്ടത്തെ പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുവൻപാക് നിന്നെ ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വകുലസുബാ
വൽമൻമോലം പുൽമീ പരിപാവന സഭൈ മാനോകാന്തം വീട്ടൊരു തീരം ശീമോന്യോ തിന്നാനെന്നിവരെ ആഹ്വാനം ചെയ്യും വീടിൻ ഭരണം ശീമോനി സവിശേഷം യോഗ്യനാദി കൽപ്പി ചാവിളയേറിയിടും താഴ്വാങ്ങിയൊരു സഭയെ നിങ്ങൾ സംരക്ഷിപ്പിൻ പാലിക്കുമോ മൂലം വാനാമൽ മൂലം ഉൽമീനാമി വിശ്വസ്തി സഭയെ ഭയവിന്ദി ഉള്ളിൽ ക്ലേശം വേണ്ട അവരെ നീ മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല അവസാനത്തിൽ ആരും മാനമഴിഞ്ഞാലും പാടും തീയാവതന്നെ താതാ പ്രചരിവരാത്മാവിൻ ഗേഹം കാത്താ നിന്നോടോസാ മൊഴിയോറാകെ മെളിയുവതായി ചെയ്യുന്ന സാക്ഷാൽ സ്ഥിതിപടാളനായുള്ളവേ തിരുവൻപാകെ നിൽക്കുന്നവരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരവാദ ചെയ്യപ്പെടുകയും നമ്മുടെ വാളത്തിന് മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഖ നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ വരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരപരിതമല്ലാത്ത ഐക്യമുണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മല സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. വെറുതെടുക്കുന്നതിന് പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാലും ബഹിരമായ കൃപയാലും വിമോചനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സമാസദാനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത് കരുണയോടെ നിങ്കലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വാദിച്ചതിനുള്ള മോചനത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ വലങ്കയായുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത് യാദൃശ്യമായി നിങ്കലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ ശ്രീഹന്മാരിൽ നിന്ന് പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വാദനിശ്ചയത്തിലുള്ള മോചനം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ വകുല സുബ്ഹാനൽമീ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ നിലവശം മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വാദിച്ചയും കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കുകയും വർദ്ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകുകയും പരിഭാഗതയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കയുടെ വാദിച്ചത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മണവാളിലെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമാ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെളിപ്പെടുത്തുന്നതിനോട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. സുരഭിലങ്ങളായ ശോഷാന പുഷ്പങ്ങളെക്കാൾ സാരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ഉദ്ദേശിക്കുന്ന സ്വയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നോ ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ കാലത്തിന്റെ നിർമ്മലമാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, ഇതിന് മഹിമയുടെ മുൻപാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാകുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ഥിതി ചെയ്യുവാനും അവരുടെ മക്കൾക്ക് അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. ഇവരിതിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീവായ മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങൾ എല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. ഹോശോ വകുല സുബ്ഹാനൽമീ. ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും അല്പസമയം അവിടെ ഇരിക്കും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
ഒന്നിനായ അച്ഛൻ, കർത്താവിൽ സ്നേഹമുള്ളവരെ, ശ്രേഷ്ഠമായ ഒരു വിശുദ്ധമായ ഒരു കൂദാശയിലാണ് നാം സംബന്ധിക്കുന്നത്. ഒരു കുടുംബം ജനിക്കുകയാണ്. ഒരു കുടുംബം ജനിക്കുക എന്നാൽ അത്ര എളുപ്പമുള്ള ഒരു സംഗതിയല്ല. ഒരുപാട് ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും ഒരുപാട് അന്വേഷണങ്ങൾക്കും ഒടുവിലാണ് ഒരു വിവാഹത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നാം എത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചു നിർത്തിയ ഒരു പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം ഇങ്ങനെ പറയുക: ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികൾ. ഈ വിശുദ്ധ വിവാഹ കൂദാശയിൽ രണ്ട് അർത്ഥങ്ങൾ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഇത് ദൈവത്താൽ നീതീകരിക്കപ്പെട്ടതാണ്. രണ്ട്, ഇത് നല്ല ഒരു സാക്ഷ്യമാണ്. ഇത് രണ്ടും ഒരു കുടുംബ ജീവിതത്തിന് ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ്. ആവശ്യം എന്ന വാക്കിനേക്കാൾ ആവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു സംഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ വിശുദ്ധ വിവാഹ കൂദാശയിൽ ഒരു കുടുംബം ജനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളത്. ഒരു സംഗീത ഉപകരണം നാം കാണുമ്പോൾ അതിന്റെ മുകളിലോ അതിന്റെ ഉള്ളിലോ ഒരുപാട് കട്ടകളോ കമ്പികളോ ഉണ്ടാകാം. ഈ കട്ടകളും കമ്പികളും ക്രമമായി വയ്ക്കപ്പെടുകയും അതിന്റെ താളത്തിനും ഈണത്തിനും ഉതകുന്ന വിധം അത് ക്രമീകരിച്ചു വെക്കുകയും ഒരു വയലിൻ പോലെയുള്ള സംഗതികളിൽ അതിന്റെ കമ്പികൾ അതിന്റെ ശ്രുതിക്കനുസരിച്ച് അത് വലിച്ചു കെട്ടി അതിന്റെ ട്യൂൺ ക്രമപ്പെടുത്തി വെക്കുമ്പോൾ ഒരു കുടുംബജീവിതം ക്രമപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ക്രമമുള്ള ഒരു കുടുംബത്തിന് മാത്രമേ സുന്ദരമായ സംഗീതം മറ്റുള്ളവർക്ക് നൽകാൻ സാധ്യമാകുകയുള്ളൂ. വ്യക്തിപ്രഭാവത്തിനപ്പുറത്ത് ഒരുമിച്ച് ചേരുന്ന ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കുടുംബജീവിതം അടിസ്ഥാനപ്പെടേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് സഭയും വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്നാമത്, നിങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുള്ള കുടുംബമാകണം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് പല കുടുംബങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ ഏറ്റവും വലിയൊരു അനുഭവം അതാണ്. പ്രാർത്ഥന നഷ്ടപ്പെട്ട കുടുംബങ്ങൾ ഇന്ന് വിഘടിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്, a family which prays together stays together. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന് മാത്രമേ ഒരുമിച്ച് ജീവിക്കാൻ സാധ്യതയുള്ളൂ. ഒരുമിച്ച് ജീവിക്കാൻ ഓരോ ഘട്ടങ്ങളും തീർച്ചയായും ഒന്നാമതായി നാം ഓർത്തിരിക്കണം. രണ്ടാമതായി, ഈ കുടുംബം സാക്ഷ്യമുള്ള കുടുംബമാകണം. മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെയും തണ്ടിന്മേൽ ശോഭിക്കുന്ന വിളക്ക് പോലെയും അനേകർക്ക് പ്രകാശം പ്രദാനം ചെയ്യുന്ന കുടുംബമായി തീരണം എന്ന് അടിസ്ഥാനപരമായി നിങ്ങൾ ഓർത്തിരിക്കണം. ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾ പരസ്പരമുള്ള ബന്ധത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾ ബന്ധിക്കപ്പെടുകയാണ്. ആരാൽ? ദൈവത്താൽ ബന്ധിക്കപ്പെടുകയാണ്. ദൈവത്താൽ ബന്ധിക്കപ്പെടുന്ന ഒരു കുടുംബത്തിന് മാത്രമേ ബന്ധനങ്ങളില്ലാതെ ജീവിക്കാൻ സാധ്യമാകുകയുള്ളൂ. ദൈവം ബന്ധിക്കുന്ന ഇടങ്ങളിൽ ഭൗതികമായ ബന്ധനങ്ങൾ ഇല്ലാതെ പോകും. അത് നിങ്ങൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ മധ്യസ്ഥൻ ദൈവമായിരിക്കണം എന്നും എപ്പോഴും. ഒന്നാമത്തെ ഭാഗം വിവാഹത്തിൻ്റെത് മോതിരമാടിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. മോതിരമാടിന്റെ ശുശ്രൂഷ സൂചിപ്പിക്കുന്നത് രണ്ട് ഭവനത്തിലും രണ്ട് ഭവനക്കാർ ചേർന്ന് എടുത്തിട്ടുള്ള തീരുമാനത്തെ സഭ അംഗീകരിക്കുകയാണ്. ഇന്നു മുതൽ അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ സഭ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ശുശ്രൂഷ കിരീടമാടിന്റെ ശുശ്രൂഷയാണ്. ഇതാണ് ശരിക്കും വിവാഹ കൂദാശ എന്ന് പറയുന്നത്. ആദ്യത്തേത് വിവാഹ നിശ്ചയത്തിന്റെ കൂദാശയായിരുന്നു. ഇനിയുമുള്ളത് വിവാഹത്തിന്റെ കൂദാശയാണ്. വിവാഹത്തിന്റെ കൂദാശ കിരീടമാടിന്റെ ശുശ്രൂഷയാണ്. കിരീടം നൽകപ്പെടുന്നത് രാജാവിനും രാജ്ഞിക്കുമാണ്. നിങ്ങളെ ഒരു കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായി ഇന്നു മുതൽ ആക്കി വെക്കാൻ പോകുകയാണ്. നിങ്ങളൊരു കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമാണ്. രാജാവിനും രാജ്ഞിക്കും
തലയിൽ കിരീടം വെച്ചു കഴിഞ്ഞാൽ അധികാരമുണ്ടാകും. പക്ഷേ ആ അധികാരമല്ല യഥാർത്ഥത്തിൽ നിങ്ങളെ മുൻപോട്ട് നയിക്കുന്നത്. മറിച്ച് ഈ അധികാരത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളുമാണ്. നിങ്ങളൊരു കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമാകുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ അരക്കെട്ടിട്ട് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നാകണം നിങ്ങളുടെ കുടുംബജീവിതം. ആരോടൊക്കെയുള്ള ബന്ധങ്ങളിൽ നിങ്ങൾ ശ്രേഷ്ഠത പാലിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ മാതാപിതാക്കളോട്. അതാണ് ആ ആദ്യ കൽപ്പനയായി നിങ്ങൾക്ക് നൽകുന്നത്. പ്രിയമക്കളെ, നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം. ഇത് ശ്രേഷ്ഠമായ ഒന്നാണ്. ഈ ശ്രേഷ്ഠമായ കൽപ്പന നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങളുടെ അടിസ്ഥാനം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ആധുനിക കാലഘട്ടത്തിൽ വൃദ്ധസദനങ്ങളുടെ വളർച്ച വലുതാണ്. കാരണം എന്താ? മക്കൾക്ക് മാതാപിതാക്കളെ വേണ്ടാതാകുന്ന ഒരു കാലത്തിലാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ ഉള്ളിൽ ജീവിക്കാൻ കഴിയുന്ന ഒന്നായി പാശ്ചാത്യ നാടുകൾ പോലെ തന്നെ നമ്മുടെ നാടുകളും ഇന്ന് വൃദ്ധ മാതാപിതാക്കൾ ഒരു അധികപ്പറ്റായി മാറുന്ന ഒരു കാലത്തിൽ നാം ജീവിക്കുമ്പോൾ ഓർത്തിരിക്കുക, നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകുവാനും നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ഇനി ഒന്നല്ല, 2 മാതാപിതാക്കൾ നിങ്ങൾക്ക് 2 പേർക്കുമുണ്ട്. ആ 2 പേരും നിങ്ങളുടെ മാതാപിതാക്കളാണ്. എന്റേത് നിന്റേത് എന്നുള്ള വേർതിരിവ് ഇനി നിങ്ങളുടെ ഇടയിൽ ഇല്ല. നിന്റെ അപ്പൻ എന്റെ അപ്പൻ, നിന്റെ അമ്മ എന്റെ അമ്മ. ഈ ബോധത്തോടെ പലപ്പോഴും നമ്മൾ പറയുന്നത്, എന്തെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഭാരങ്ങൾ മുഴുവൻ എടുത്തിടുന്നത് നിന്റെ അപ്പന്റെ മണ്ടയ്ക്കും നിന്റെ അമ്മയുടെ മണ്ടയ്ക്കും. നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥാനം അവിടെയാണ്. പലപ്പോഴും അങ്ങനെയാണ്. എന്റേതും നിന്റേതും എന്നുള്ള വേർതിരിവ് പലപ്പോഴും കുടുംബജീവിതത്തിൽ എവിടെ ഉണ്ടാകുന്നുവോ അവിടെ കുടുംബം വിഘടിച്ചു പോകും എന്ന് പ്രഥമമായി നിങ്ങൾ ഓർത്തിരിക്കണം. രണ്ടാമത്, നിങ്ങളുടെ സഹോദരി ബന്ധങ്ങൾ ഒരിക്കലും വിവാഹം മൂലം നഷ്ടപ്പെട്ടു പോകുവാനിടയാകരുത്. പലപ്പോഴും വിവാഹം മാതാപിതാക്കളോടും സഹോദരങ്ങളോടുമുള്ള ബന്ധത്തിന് വിഘാതമാകുന്നുണ്ട് ഇന്ന് ഈ ലോകത്തിൽ. മൂന്നാമത്, സഭയോട്, സമൂഹത്തോട്. നാലാമത്, ഈ പ്രകൃതിയോട്. ഈ 4 ബന്ധങ്ങളിലും നിങ്ങളുടെ കുടുംബ ജീവിതം അരക്കെട്ടിട്ട് ഉറപ്പിക്കണം എന്ന് നിങ്ങൾ ഓർത്തിരിക്കണം പ്രഥമമായി എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. രണ്ടാമത്, ഈ കിരീടം നിങ്ങളെ ഒരുപാട് അധികാരങ്ങൾക്കൊപ്പം കടമകൾ നൽകുന്നത് ഈ സഭയോടുണ്ട് എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. സഭയോട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കഴുത്തിൽ ഒരു താലി കെട്ട്. എന്താ ഈ താലിയുടെ അർത്ഥം എന്ന് പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാ. ഇതിന്റെ അർത്ഥം നിനക്ക് ഒരു ഉടയവനുണ്ട് എന്നുള്ളതാണ്. ഒരു ഉടയവനുണ്ട് എന്നുള്ളതാണ്. നിനക്ക് ഒരു ഉടമസ്ഥ അവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ജസ്നയ്ക്ക് ഒരു ഉടയവനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. സുജിത്തിന് ഒരു ഉടമസ്ഥ അവകാശമാണ് ഇതിലൂടെ ലഭിക്കുക. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മിന്ന് നഷ്ടപ്പെടുത്തരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാം. ഒരു പ്രാർത്ഥനയുടെയും പേരിൽ, ഒരു വിശ്വാസത്തിന്റെയും പേരിൽ, ഒരു തത്വസംഹിതകളുടെയും പേരിൽ ഈ കഴുത്തിൽ കെട്ടുന്ന മിന്ന് നഷ്ടപ്പെടുത്തി കളയാനിടയാകരുത്. ഈ പരിശുദ്ധ ത്രോണോസിന്റെ മുൻപാകെ, ഈ ശ്ലീമായുടെ മുൻപാകെ, ഈ ജനക്കൂട്ടത്തിന്റെ മുൻപാകെ, ഈ ദേവാലയത്തിൽ വെച്ച് നൽകപ്പെടുന്ന ഈ മിന്ന് ഉടമസ്ഥ അവകാശം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. അവസാനമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾ എന്തിന്റെ പേരിലാണ് പരസ്പരം വിവാഹം കഴിക്കുന്നത്? സൗന്ദര്യത്തിന്റെ പേരിലാണോ? പണത്തിന്റെ പേരിലാണോ? ജോലിയുടെ പേരിലാണോ? സ്ഥാനമാനങ്ങളുടെ പേരിലാണോ? എന്തിനെയാണ് നിങ്ങൾ സ്നേഹിച്ചത്? എന്തിനെ കണ്ടുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടത്? നിങ്ങൾ ഓർത്തിരിക്കണം, ആ ഇഷ്ടങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പണം നഷ്ടപ്പെടാം, സൗന്ദര്യം നഷ്ടപ്പെടാം, ജോലി നഷ്ടപ്പെടാം, എല്ലാം നഷ്ടപ്പെടാവുന്നതാണ്. ഭൗതികമായി നമുക്കുള്ളതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടപ്പെട്ടു പോകുന്നതാണ്. പക്ഷേ നിങ്ങൾ എന്തിനെ സ്നേഹിക്കണം? പരസ്പരമുള്ള കുറവുകളെ സ്നേഹിക്കണം. ജസ്നായ്ക്ക് എന്ത് കുറവുണ്ടോ അതിനെ സുജിത്തിന് സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഏത് ഘട്ടത്തിലും ജസ്നായെ സ്നേഹിക്കാൻ സുജിത്തിന് കഴിയും. സുജിത്തിന്റെ എല്ലാ കുറവുകളെയും ആ കുറവുകളോടുകൂടി സ്നേഹിക്കുവാൻ ജസ്നായ്ക്ക് കഴിയുമെങ്കിൽ ആ സ്നേഹം എന്നും നിലനിൽക്കും. അല്ല എങ്കിലോ ഓരോന്നും കുറയുമ്പോൾ സ്നേഹത്തിന്റെ കുറവും
നിങ്ങളുടെ ഇടയിലുണ്ടാകും. അതുണ്ടാകരുത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഈ കുടുംബ ജീവിതത്തിന്റെ ഉള്ളിൽ നിങ്ങൾ പുറമെ കാണുന്നതിനെ ഒന്നിനെയും സ്നേഹിക്കരുത്. നിങ്ങളുടെ രാജ്യങ്ങളെയോ നിങ്ങളുടെ നാടിനെയോ ഒക്കെ നമുക്ക് സ്നേഹിക്കാം, അതിനോട് ചേർന്ന് പോകാം. പക്ഷേ കൈമുതലായി പൈതൃകമായി കിട്ടിയ ദൈവിക നന്മകളും സ്നേഹവും കരുണയും കരുതലും ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാനിടയാകരുത്. സമൃദ്ധമായ തലമുറകളെ ദൈവം തമ്പുരാൻ നൽകട്ടെ. ശ്രേഷ്ഠമായ നന്മയുള്ള ഒരു കുടുംബജീവിതം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഈ വാക്കുകൾ നിങ്ങളെ ദൈവസന്നിധിയിൽ ഉറപ്പുള്ളവരും സ്നേഹമുള്ളവരും കരുതലുള്ളവരും മറ്റുള്ളവരെ താങ്ങുന്നവരും മറ്റുള്ളവരെ കരുതുന്നവരുമായി തീരുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ഒരല്പം അംശം എന്തായാലും ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ജസ്നയ്ക്കുണ്ടാകും. മറ്റുള്ളവരോടുള്ള കരുതലും സ്നേഹവും അതൊക്കെ അത്യന്താപേക്ഷിതമായി ഉണ്ടാകേണ്ട ഒന്നാണ്. അത് അല്പം കൂടി പകർന്നു കൊടുക്കണം. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടി ഒരിക്കലും നാം ജീവിക്കരുത്, നമ്മെ ഒരിക്കലും നാം സ്നേഹിക്കരുത്, നമ്മെ ഒരിക്കലും നാം കരുതരുത്. നാം മറ്റുള്ളവരെ സ്നേഹിക്കാനും കരുതാനും നമുക്ക് ഇടയാകണം. ആരാണോ ആവശ്യക്കാർ അവരുടെ ഇടയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാനും സ്നേഹിക്കാനും ഇതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് പണം തരുന്നത്, ഇതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് എല്ലാ അനുഭവങ്ങളും തരുന്നത്. അങ്ങനെയുള്ള നന്മയുള്ള ഒരു കുടുംബജീവിതം നയിപ്പാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രിയപ്പെട്ട അനുപക്ഷന്റെ പേരിലും കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ സ്നേഹങ്ങളും എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. രണ്ടാമത്തെ ശുശ്രൂഷയ്ക്കായി നമുക്ക് എല്ലാവർക്കും ഒരു എഴുന്നേൽക്കാം. ദൈവമായ കർത്താവേ, അനശ്വരമായ മഴയില്ലാത്ത മറയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരറ്റുമാറാകണമേ. ഹോശോ വക്കുല സുബ്ഹാനവൽമീ. ദൈവം തൻ ബഹുകൃപയാ Oh
നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവരെ സന്തോഷോല്ലാസങ്ങളോടുകൂടെ വന്നരക സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വകുലസ്ബാൻ ലൗൽമീ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മാലാഖമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദിത്യ വചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാനറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടു ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന് മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്നതായ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായുസോട് കൂടിയിരിക്കുന്നതായ ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സകല സ്വർഗീയ സേനകളും ഭയന്ന് കുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിമയന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസീമമായ നിന്റെ ദയയാലും നിസ്സാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങൾ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും
പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദേവിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരും ആയിത്തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്നോട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയ മുദ്രത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളാൽ ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുമുള്ളവനും ആകുന്നുവല്ലോ. നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വഖുല സുബ്ഹാൻ ലവൽ രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. വെള്ളത്തെ ശ്രേഷ്ഠമായി വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ തലകുനിച്ചു നിൽക്കുന്ന ഈ നിന്റെ ദാസരെ ഈ സുഗന്ധധൂപം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവവും നിറഞ്ഞതായ നിന്റെ വലത്ത് കൈ ഇവരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ നിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന്
ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്റെ വലതുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. കോശോ അവിടെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താക്കി ഇതോടോ കരയോ ചെറുവോ മറ്റോ കുറവുകളോ ഇല്ലാതെ മഹത്വപൂർണമായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവരുടെ കളങ്കരഹിതവും പരിശുദ്ധമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്നെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ എന്നെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാലത്ത് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏകശരീരമായി തിരികെയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മിശിഹായെ കുറിച്ച് അവിടുത്തെ സഭയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും തന്നെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയുടെ സുഹൃത്ത് അറിയാതിരിക്കുകയും വേണം. മക്കളെ നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ നീതിയാകുന്നു നിനക്ക് വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെയിരിക്കാനും നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കാം എന്നുള്ളത് വാദത്തോടുകൂടി പ്രധാന കൽപ്പനയാകുന്നു. വായിക്കുന്ന സമയത്ത്
ישו משיחו מלסדהיילו דספסר מנשלתו גדיש תמריה ולנדה הוגנו ഹവായ് യേശുദമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട യോർദാൻ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും അവിടെ വെച്ചവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പരീക്ഷന്മാരെടുത്തു എന്നോ ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സ്രഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത്. അവർ യേശുദമ്പുരാനോട് അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരമായി പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് വ്യക്തിയെ സ്വീകരിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ സ്വീകരിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട് ഭാര്യാഭർത്താക്കന്മാർ പരസ്പര ജീവിതം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വരം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ക്ഷമന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ക്ഷമന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യനിമിത്തം തങ്ങളെ തന്നെ ക്ഷമന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. ശൈനോലകുൻഹു ഈ കിരീടങ്ങളും യോജിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. Bye.
ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. തിരുമുൾമൊഴിയോട് സദൃശം
ചെയ്യട്ടെ. മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മിശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്തുകൈ വന്ന നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടി ഇരുന്ന് ആകൽ കരസായുടെ വഞ്ചനയിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയിൽ നിറയുവീനെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലതുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താ നിങ്ങളും സ്വർഗരാജ്യ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി കരേറ്റാം. ഹോശോ വഖുലസ്വാൻ ീ
പന്തിയിലെന്നെ നീയേറ്റി ജീവധ്വനി കേട്ടപ്പോൾ കണ്ണു തെളിഞ്ഞാനന്ദിച്ചേ ഓയോരാകെ മേലയോ ആനാരേ കർത്താവേ നിന്നാദ്രത നിറയും വാതിൽ തുറന്നീ പ്രാർത്ഥന കേട്ടിട്ടാൽ മാക്കളിൽ നമ്മളെല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാർ നാം പ്രാപിച്ചിട്ടുള്ളത് ബഹുമാനിയായ പൂർവികന്മാർ നമ്മെ ധരിപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീവായുടെയും വെടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനകൂട്ടത്തിന് മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുകയും ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരനും വിശ്വാസികളായ ജനത്തിൽ മണവാളിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരും ക്ഷണിച്ചവരും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന സമൃദ്ധിയായി ആവശ്യിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമറിയാം അമ്മയുടെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വന്ദനയും എന്നേക്കും നിങ്ങളിൽ ആവശ്യിക്കുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുമെന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വിടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിന്റെ അടുത്ത് വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യം ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. നിന്റെ ആവശ്യങ്ങളെ രക്ഷിക്കണമേ.
ഞങ്ങളുടെ ആകാശത്തിലും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുകയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സകലദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെയും നാമധേയനും പ്രകാശമുള്ള പ്രകാശവും സകലദൈവത്തിലുള്ള സകലദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെട്ടവനും സർവ്വനാശനത്തിനായുള്ള സമ്പത്തുള്ളവനും സർവ്വകാലവുമായ മനുഷ്യനും മനുഷ്യനായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങളുടെ സകലപ്രകാരം സ്വന്തമായി വിശുദ്ധമായ ദൈവമാതാവായ ശിശുവിനെ പറയാമെന്ന് ശരീരത്തിൽ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് മത്സരിക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി തന്റെ ദാനങ്ങളും ജീവനെയും പരിശോധിക്കുന്ന തന്റെ യേശുവിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സ്വരത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ സ്തുതിയോടു രാജമകൾ ഹാലേലൂയ ഹാലേലൂയ നിൻ ഫലമായി രാജഭാമിനിയും മാതാവേ വളരുമോൻ ലബനോൻ കാലിൽ പോ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹീതരാകുന്നു.
ആത്മീയമായ വിവാഹോദാശികൾ ഞങ്ങളോടുകൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളാൽ നിങ്ങൾ വാങ്ങിപ്പോയവരെയും സ്വർഗീയ ഊർജ്ജത്തിന് അവകാശികളാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ബലഹീനമുള്ളതും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കട്ടെ. ആബോ ഒബ്രോ റൂഹോ കാദീശോ ഹോഷോ വിശുദ്ധ വിവാഹ കൂദാശ ഇവിടെ പൂർണ്ണമാക്കപ്പെടുകയാണ്. ഈ വിശുദ്ധ വിവാഹ കൂദാശയിൽ പ്രാർത്ഥനാപൂർവ്വം സംബന്ധിച്ച നിങ്ങളെല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഇടവാങ്ങൾക്ക് വേണ്ടി ഇടവയ്ക്ക് വേണ്ടിയും അറിയിക്കുന്നു. ഗാനങ്ങൾ ആലോചിച്ച കൊയർ സംഘത്തോടും ഫോട്ടോഗ്രാഫേഴ്സിനോടും നിങ്ങളെല്ലാവരോടും ശ്രദ്ധാപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഇത് സംബന്ധിച്ച് എല്ലാവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. ഇപ്പോൾ മണവാളനും മണവാട്ടിയും നേർച്ച സമർപ്പിച്ച് രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതാണ്. ഇതിനുശേഷമുള്ള റിസപ്ഷൻ ക്രമീകരിച്ച് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. വേദപുസ്തകം ഇടവക അംഗം കൂടിയാകുന്ന ബഹുമാനപ്പെട്ട അനുവച്ചൻ ഇപ്പോൾ മണവാളനും മണവാട്ടിക്കും നൽകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവമാ